അധികൃതരുടെ അനാസ്ഥ മൂലം എത്രയോ ജീവനുകളാണ് പൊലിയുന്നത്. സ്കൂളിൽ കരണ്ടടിച്ച് വിദ്യാർത്ഥി മരിക്കുന്നു. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ പാവപ്പെട്ട വീട്ടമ്മ മരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത, തൃശ്ശൂരിൽ റോഡിലെ കുഴി വീണ്ടും മരണക്കെണിയാവുന്നു. അയ്യന്തോളിൽ കുറിഞ്ഞാക്കൽ ജംഗ്ഷനിലെ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ ബസ് കയറിയാണ് അപകടം. BJP പ്രവർത്തകർ അയ്യന്തോൾ പുഴയ്ക്കൽ റോഡ് ഉപരോധിക്കുകയാണ്. വിവരങ്ങളുമായി സാനു കെ സജീവ് സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. റോഡിലെ കുഴിയിൽ അത് ബൈക്ക് വെട്ടിച്ചപ്പോൾ അത്തരത്തിൽ ഉണ്ടായ ഒരു അപകടത്തിൽ ഒരു യുവാവ് മരിക്കുന്ന സാഹചര്യം. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ ബസ് കയറി ആണ് അപകടം നടന്നത്. എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ BJP പ്രവർത്തകർ ഉപരോധ സമരം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾ സാനു. വിനോദെ, അല്പസമയം മുമ്പാണ്, ഏകദേശം അരമണിക്കൂർ മുമ്പാണ് തൃശ്ശൂർ റോഡിൽ ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. അയ്യന്തോളിൽ കുറിഞ്ഞാൽ ജംഗ്ഷനിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ബൈക്ക് വെട്ടിച്ചതിനെ തുടർന്നാണ് ഈ തൊട്ട് പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് ഇടിച്ചുകൊണ്ട് ഇവിടെ ഒരു അപകടമുണ്ടായത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ കഴിഞ്ഞ മാസം, അതായത് ഒരു മാസം മുൻപ് സമാന നിലയിൽ തന്നെ ഇവിടെ MG റോഡിൽ ഒരു അപകടമുണ്ടായിരുന്നു. അവിടെ ഈ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി അമ്മയുമായിട്ട് ക്ഷേത്രത്തിലേക്ക്, വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനിടയിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ബൈക്ക് വെട്ടിച്ചതിനെ തുടർന്ന് ബ്രഹ്മദത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചിരുന്നു. അന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് തൃശ്ശൂർ സാക്ഷിയായത്. അതേ നിലയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ തൃശ്ശൂരിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതേപോലെ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ BJP പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. BJP നിയോജകമണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നത്. അല്പനേരം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടക്കുന്നത്. അതായത് കഴിഞ്ഞ കുറെ നാളുകളായി തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ ഉയർത്തി കാണിച്ചുകൊണ്ട് BJP വലിയൊരു പ്രതിഷേധത്തിലായിരുന്നു. ആ റോഡിലെ കുഴികൾ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് തുടർച്ചയായിട്ട് രണ്ടാം തവണയും, അതായത് ഒരു മാസത്തെ ഇടവേളയ്ക്കിടയിൽ തൃശ്ശൂരിൽ ഈ കുഴിയിൽ വീണ് മറ്റൊരാളുടെ ജീവൻ കൂടി നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഈ പ്രതിഷേധത്തിലുള്ള BJP-കാരോട് തന്നെ, അല്ലെ BJP പ്രവർത്തകരോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാം. ഒരു മാസത്തിനിടെ രണ്ട് അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇത്? കുഴികൾ അടയ്ക്കാൻ മേയർ തയ്യാറാവുന്നില്ലേ? മേയർ ഇത്തരത്തിൽ ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം സുഖവാസ യാത്ര ഗോവയിലും സിംഗപ്പൂരും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മനുഷ്യജീവൻ പെടഞ്ഞു വീണ് മരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് MG റോഡ് ഇത്തരത്തിലും മരണം ഉണ്ടായത്. അതിനുശേഷം അരമണിക്കൂർ നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു യുവാവ് മരിച്ചത്. രണ്ട് മനുഷ്യജീവൻ ഇത്രയധികം വീണ് മരിച്ചിട്ടും ഈ റോഡ് നന്നാക്കാൻ മേയർ തയ്യാറാവാത്തത് ഈ തൃശ്ശൂരിൽ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ ഈ തൃശ്ശൂരിലെ ജനതയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഇത്തരത്തിൽ ജനകീയ സമരത്തിന് മുൻകൈ എടുത്തിട്ടുള്ളത്. ഇതിന് ഇന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ BJP ഇന്ന് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല. ഇന്ന് മേയർ ചേംബറിൽ പോയി ഇതിന് പരിഹാരം കണ്ടെത്തിയിട്ട് മാത്രമാണ് BJP സമരത്തിൽ പിന്നോട്ട് പോകുള്ളൂ. കോർപ്പറേഷനിലെ കീഴിലുള്ള റോഡുകളെല്ലാം സമാന അവസ്ഥയിൽ തകർന്നു കിടക്കുകയാണ്. എന്താണ് ഇതിന് ഈ കോർപ്പറേഷൻ പറയുന്നത്? എന്താണ് പ്രതീതി കാണാത്ത? എന്താണ് കോർപ്പറേഷൻ പറയുന്നത്? ഇത് കോർപ്പറേഷനിലെ PWD റോഡുണ്ട്, കോർപ്പറേഷൻ റോഡുണ്ട്. കോർപ്പറേഷൻ മേയർ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ റോഡും ഞങ്ങൾക്ക് എഴുതി തരണം, എന്നാലും ഞങ്ങൾക്ക് കൂടുതൽ അഴിമതി കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോഡ് പോലും കഴിഞ്ഞ 6 മാസത്തിൽ നന്നാക്കിയത് കാണുന്നില്ല. 6 മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരു റോഡ് പോലും, പ്രധാനപ്പെട്ട റോഡ് പോലും നന്നാക്കിയ ചരിത്രമില്ല. തൊട്ടടുത്ത് കോർപ്പറേഷൻ കൗൺസിലർ ഇരിക്കുന്ന അദ്ദേഹത്തോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നു. എന്തായാലും വിനോദ്, ഇത് തന്നെയാണ് സാഹചര്യം. അതായത് വലിയൊരു പ്രതിഷേധം BJP-യുടെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. അതായത് റോഡിലെ വിവിധ ഭാഗങ്ങളിൽ നിറയെ കുഴികളാണ്. ഈ കുഴികളിൽ വീഴാതിരിക്കാൻ വേണ്ടി ഇരുചക്ര വാഹനം വെട്ടിച്ചപ്പോഴേക്കാണ് തൊട്ട് പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് കയറി ഒരു യുവാവിന്റെ, തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഏബൽ എന്ന യുവാവിന്റെ ജീവൻ നഷ്ടമായിട്ടുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കുഴിയിൽ വീണാണ് നിലവിൽ ഇപ്പോൾ ആ കുഴി നികത്തിയിരിക്കുകയാണ്. ഈ കുഴിയിൽ വീണാണ് ആ ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. അതായത് രാവിലെ ജോലിക്ക് വേണ്ടി പോകുന്നതിനിടയിൽ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് ഒരല്പം സൈഡിലേക്ക് എടുക്കുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധത്തിനാണ് തൃശ്ശൂർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിലെ റോഡുകളുടെ എല്ലാം അവസ്ഥ സമാന നിലയിൽ തന്നെ തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ മാസം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ബ്രഹ്മദത്ത് എന്ന് പറയുന്ന യുവാവിന്റെ ജീവൻ പോയതിനു ശേഷം റോഡുകളെല്ലാം കൃത്യമായിട്ട് അടിയന്തരമായിട്ട് നന്നാക്കുമെന്ന് മേയർ അടക്കം പറഞ്ഞിരുന്നതാണ്. എന്തായാലും ആ സമാന സംഭവം, അത്തരത്തിലുള്ള ഒരു അപകടം വീണ്ടും തൃശ്ശൂരിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. വിനോദ്, തൃശ്ശൂരിൽ ആബേൽ എന്ന പേരായ ചെറുപ്പക്കാരനാണ് മരണമടഞ്ഞത്. തൃശ്ശൂർ അയ്യന്തോളിലുണ്ടായ അപകടത്തിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ ബസ്സിനടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. അധികാരികൾ ഇതൊന്നും കാണുന്നില്ല. അവർ മുന്തിയ വാഹനങ്ങളിൽ ഒക്കെ സഞ്ചരിക്കുമ്പോൾ പാവപ്പെട്ട
ആളുകൾ ബൈക്കിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. റോഡിലെ വലിയ കുഴിയിൽ വീണ് അവർ മരണപ്പെടുന്ന സാഹചര്യം. ആർക്കും മറുപടി പറയാനില്ല. സ്കൂളിൽ കരണ്ട് അടിച്ച് വിദ്യാർത്ഥി മരിക്കുന്നു. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ പാവപ്പെട്ട രോഗികളും ഇരിപ്പുകാരും ഒക്കെ തന്നെ മരണപ്പെടുന്ന സാഹചര്യം. സാനു കെ സജീവ് ചേരുന്നു. സാനു, പോലീസിനിപ്പോൾ അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ള നിയമവഴിയിലേക്കാണ് അവർ പോകുന്നത്. അവർക്ക് ഇതൊന്നും അറിയണ്ട, സമരങ്ങൾ അറിയണ്ട, റോഡിലെ കുഴികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും പോലീസിന് അറിയണ്ട. അവർക്ക് റോഡ് ഉപരോധം മാറ്റിക്കിട്ടുക, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനായി അവർ വേണമെങ്കിൽ അവരെ വലിച്ചിഴയ്ക്കും, അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആര് പരിഹാരം കാണും? അത് വലിയ ചോദ്യം തന്നെയല്ലേ സാനു കെ സജീവ്? തീർച്ചയായിട്ടും വിനോദ്, കഴിഞ്ഞ ഒരു മാസം മുൻപേ സമാന നിലയിലുള്ള അപകടമുണ്ടാകുന്നു. ആ അപകടമുണ്ടായ സമയത്ത് തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്ന് മേയർ ഉറപ്പ് നൽകിയതാണ്. എന്തായാലും അത് കഴിഞ്ഞ് 30 ദിവസം പിന്നിടുമ്പോഴും സമാന നിലയിൽ ഇവിടെ അപകടമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ സമരം ചെയ്യുന്ന BJP പ്രവർത്തകരോട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. എന്തായാലും BJP വ്യക്തമാക്കിയിട്ടുണ്ട്, റോഡ് ഉപരോധത്തിൽ നിന്ന് പിന്മാറില്ല, മേയർക്കെതിരെ കേസെടുത്താലേ ഈ റോഡ് ഉപരോധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് BJP അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ BJP നിയോജക മണ്ഡല പ്രസിഡന്റ് രഘുവിനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ, റോഡ് ഉപരോധം അവസാനിപ്പിക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. എന്താണ് നമ്മുടെ ഒരു ആവശ്യം? BJPയുടെ ആവശ്യം മേയർ ഇവിടെ വന്നത് ഇവിടുത്തെ ജനങ്ങളോട് മറുപടി പറയണം. ഈ റോഡ് എന്ന് നന്നാക്കുമെന്നും ഈ നഷ്ടപ്പെട്ട മനുഷ്യജീവനുകൾക്ക് എത്ര നഷ്ടപരിഹാരം കൊടുക്കുമെന്നും ഇവിടെ വന്ന് മേയർ മറുപടി പറഞ്ഞാലല്ലാതെ BJP സമരത്തിൽ നിന്ന് പിന്മാറില്ല. കഴിഞ്ഞ ദിവസം മരിച്ച പയ്യന്റെ വീട്ടിലേക്ക് മേയർ ഒന്ന് പോവാൻ വരയ്ക്കുള്ള സൗമനസ്യം കാണിച്ചിട്ടില്ല. മേയർ ആ വീട്ടിലേക്ക് പോകാൻ സൗമനസ്യം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമരം ഇവിടെ അവസാനിക്കില്ല. മേയറോട് വന്ന് ഈ 2 മരിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം, അതുപോലെ തന്നെ റോഡ് എന്ന് നന്നാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താതെ BJP സമരത്തിൽ നിന്ന് പിന്മാറില്ല. മേയർക്കെതിരെ കേസെടുക്കണമെന്ന് BJP ആവശ്യപ്പെടും. മേയർക്കെതിരെ കേസെടുക്കുന്നത് കഴിഞ്ഞ ഒരു മരണം ഉണ്ടായപ്പോഴും BJP ആവശ്യപ്പെട്ടതാണ്. ഇപ്രാവശ്യം BJP വ്യക്തമായി ഈ സമരത്തിന് ശേഷം പരാതിപൂർവ്വം മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ BJP മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണ്. തീർച്ചയായും വിനോദ്, അതായത് സമരക്കാർ പറയുന്നത്, BJP പ്രവർത്തകർ പറയുന്നത് മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സമരം നടക്കുന്ന സ്ഥലത്ത് മേയർ എത്തിയിട്ട് എന്ന് ഈ റോഡ് നന്നാക്കും, റോഡിലെ ശോചനീയാവസ്ഥ എന്ന് പരിഹരിക്കുമെന്ന് വ്യക്തമായ മറുപടി പറയണമെന്നും BJP ആവശ്യപ്പെടുകയാണ്. അതായത് തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലുള്ള എല്ലാ റോഡുകളും തകർന്ന് താറുമാറായി കിടക്കുകയാണ്. വാഹനവുമായി ഈ നിരത്തിലേക്ക് ഇറങ്ങാൻ മേലാത്ത ഗതികേടിലേക്ക് ഇവിടുത്തെ വാഹനയാത്രക്കാർ മാറുന്നു. തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മേയറും അതേപോലെ തന്നെ കോർപ്പറേഷന്റെ ഭരണാധികാരികളും ഇവിടെ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് BJP കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പുരോഗമിക്കുമ്പോൾ അതിന് തൊട്ട് സമീപത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ വലിയ പ്രതിഷേധവുമായിട്ട് റോഡ് ഉപരോധിക്കുകയാണ്. കോൺഗ്രസും ആവശ്യപ്പെടുന്ന സമാന ആവശ്യം തന്നെയാണ്. അതായത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാവണം, മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണയും ഒരു മാസം മുമ്പും ഈ MG റോഡിലെ ഓവർ ബ്രിഡ്ജിന് സമീപം ഉണ്ടായ അപകടത്തിൽ, അതായത് അന്നും കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി വാഹനം വെട്ടിക്കുന്നതിനിടയിലാണ് ബ്രഹ്മദത്ത് എന്ന് പറയുന്ന യുവാവിന്റെ ജീവൻ നഷ്ടമായത്. ബ്രഹ്മദത്തിന്റെ മാതാവിനും അന്നത്തെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരിതുവരെ ആശുപത്രി മോചിതയായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ അവർ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് 30 ദിവസത്തിനിടയിൽ രണ്ടാമതും ഒരു അപകടമുണ്ടാവുന്നു. തൃശ്ശൂരിൽ ഈ പൂങ്കുന്നത്തിന് സമീപം അപകടമുണ്ടാവുന്നു. അതിൽ ഏബൽ എന്ന യുവാവ് ജോലിക്കായിട്ട് തൊഴിലിനായിട്ട് രാവിലെ പോകുന്നതിനിടയിൽ ഇത്തരത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിനാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുന്നത്. അതായത് പോലീസ് അറസ്റ്റ് ചെയ്താലും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും, ഒപ്പം മേയർ ഇവിടെത്തി എന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് പറയാതെ തങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. എന്തായാലും സമരം പുരോഗമിക്കുകയാണ്. വലിയ മഴയാണ്. ആ മഴയും അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ റോഡിൽ കൊത്തിയിരുന്നു കൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിനാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ റോഡിനോട് ചേർന്നുള്ള, റോഡിന്റെ ഓരത്തോട് ചേർന്നുള്ള സമീപത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ബൈക്ക് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വാഹനം അപകടത്തിൽപ്പെട്ടവിടത്ത് അടയാളം എന്നോണം നാട്ടുകാർ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്താണ് അപകടമുണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ സൂചിപ്പിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും തൃശ്ശൂരിൽ വലിയ ചോരക്കളമാക്കുന്നു, തൃശ്ശൂരിലെ നിരത്തുകളെ കുരുതിക്കളമാക്കുന്നു എന്നാണ് പറയുന്നത്. സമയത്തിന് വേണ്ടി റോഡ് തകർന്ന് കിടക്കുമ്പോൾ അവരുടെ റൂട്ട് കൃത്യമായിട്ടുള്ള ഓട്ടം, അതായത് കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചുള്ള സർവീസുകൾ
സർവീസുകൾ നടത്തുന്നതിന് വേണ്ടി സ്വകാര്യ ബസ്സുകൾ പരക്കം പായുകയാണ്. ഈ പരക്കം പാച്ചിലിനിടെ വലിയ അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്ക് കൂച്ചുവില കടണമെന്നും ഒപ്പം തന്നെ ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ മേയർ ഇവിടെ എത്തണമെന്നും അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിൽ ഒരു മാസത്തിനിടെ റോഡിൽ ഉണ്ടായ റോഡ് അപകടത്തിൽ 2 പേർ മരണപ്പെടുന്നു. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ ബസ്സിനടിയിൽപ്പെട്ടാണ് ആബേൽ എന്ന് പറയുന്ന യുവാവ് മരണപ്പെടുന്ന സാഹചര്യം. പൊതുനിരത്തുകൾ ഒക്കെ സഞ്ചരിക്കാൻ കഴിയാത്ത നിലയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇതൊന്നും നന്നാക്കാൻ ഇവിടുത്തെ PWDക്കോ കോർപ്പറേഷനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. വലിയ സമരമാണ് തൃശ്ശൂരിലെ അയ്യന്തോളിൽ ഇപ്പോൾ നടന്നു വരുന്നത്. കടുത്ത മഴയെ അവഗണിച്ചു നിരവധി BJP പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു. കോൺഗ്രസിൻ്റെയും സമരം അവിടെ നടക്കുന്നുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ്. തൃശ്ശൂരിൽ അധികൃതരുടെ അനാസ്ഥയിൽ മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥയിൽ ഓരോ ജീവനുകൾ പൊലിയുകയാണ്.